ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിന്ന് മൂകാംബികയിൽ പോകുന്നുണ്ട്. അതായത് കോഴിക്കോട് നിന്ന് മാംഗ്ലൂർ, അവിടെയാണ് മൂകാംബിക ഉള്ളത്. അപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ഒരു ഡ്രൈവും അവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞാലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിലുള്ളത്. അപ്പം ഇപ്പം എൻ്റെ ശബ്ദം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് 6 o'clock. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ. 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ജസ്റ്റ് ഒരു മേക്കപ്പ് മാത്രമേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കുറച്ച് മുടിയൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒരു ഇൻട്രോ എടുത്ത് വെക്കാൻ വിചാരിച്ചു. പിന്നെ ഇനിയിപ്പം പോകുന്ന വഴിക്ക് ഇൻട്രോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയാണ്. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് കാണാം കേട്ടോ. പോകുന്ന വഴിക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ഓഫ് ആക്കിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി സമയം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി മുടിയൊക്കെ കെട്ടുന്നൊരു വ്ളോഗൊക്കെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുടിയൊക്കെ ശരിയാക്കി ഞാൻ കുറച്ച് ASMR ആയിട്ട് ക്യാമറേൻ്റെ മൈക്കൊക്കെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ മുടിയൊക്കെ ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ എത്ര നല്ല ശബ്ദമുള്ളത്. ഞാൻ ജസ്റ്റ് എപ്പോഴത്തേയും പോലെ മുടിയൊക്കെ ഒന്ന് അഴിച്ചു വെച്ചു കേട്ടോ. അങ്ങനെ ഹെയറും ഏകദേശം ചെയ്തിട്ടുണ്ട്. നല്ല എന്താണ് നനഞ്ഞടക്കാണ് മുടി. അപ്പം നനഞ്ഞടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഓക്കെയാണ്. അങ്ങനെ മുടി ജസ്റ്റ് ഒന്നിങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ട്. സാധാരണ ഇതിപ്പോൾ തന്നെ കെട്ടി വയ്ക്കും പോകാൻ നേരത്തെ, അല്ലാണ്ട് ഇങ്ങനെ അഴിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് മുടി ഒന്ന് അഴിച്ചിട്ടുണ്ട്. അപ്പം അത് ഓൾ സെറ്റായി. പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് ഞങ്ങളെ കുഞ്ഞിക്കുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേറെ ഒരു ദിവസമാവും അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ പരിപ്പ്, ചില്ലി, ഓറഞ്ച്, ആപ്പിൾ, അനാർ, അങ്ങനെ എല്ലാ ഫുഡും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കൊക്കെ നല്ല വൈബായി അതിന് കഴിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നല്ലൊരു സാലഡ് പോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടല്ലേ, നല്ല എസ്തറ്റിക് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആവലൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും മാറ്റി കഴിഞ്ഞു, അമ്മയും ചേച്ചിയൊക്കെ മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോട്ടെ. ഞാനിപ്പോൾ ഇവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് കണ്ടോ, ഇവിടെ ഞങ്ങളിങ്ങനെ മേക്കപ്പ് ബാഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. സോ നമുക്ക് വേഗം പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇത്ര നല്ല ക്യൂട്ടായിട്ട് നല്ലൊരു ഫ്രോക്കാണ്, നല്ലൊരു മിഡ് ലെങ്ത് ഉള്ളൊരു ഫ്രോക്കാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചാൽ എനിക്ക് സർപ്രൈസ് ആയിട്ട് അമ്മ അച്ഛനും വാങ്ങിച്ചാണ് എൻ്റെ ബർത്ത്ഡേക്ക് ആയിട്ട്. അപ്പോൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിടാന്ന് വിചാരിച്ചു. നല്ല രസമുള്ളൊരു ഡ്രസ്സാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 900 ആണ്. അപ്പം പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫിറ്റൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫിറ്റൊക്കെ കഴിഞ്ഞ് നല്ല സമയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ കുഞ്ഞിക്ക് വേണ്ടി ഞങ്ങൾ വെച്ചതാണെന്ന്. ഭക്ഷണം ഇതാണ് ഞങ്ങൾ കുഞ്ഞ്. അപ്പോൾ ആൾ ഞാൻ വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഭയങ്കര ജോയ് ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തിറങ്ങി കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്തു. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് പതിവിൽ കൂടുതൽ നല്ല സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സെൽഫി ക്യാമറയിൽ നിന്നും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ചേച്ചി പിന്നെ എനിക്ക് ഇങ്ങനെ ബാക്ക് ക്യാമറയിൽ നിന്നും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടി കയറി വണ്ടിയിൽ നിന്നും കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ വെറുതെ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു മുടിയൊക്കെ അഴിച്ചിടുന്നത് വെറുതെ ആണ് ഇപ്പോൾ തന്നെ കെട്ടിയിരിക്കുന്ന. വണ്ടി കയറിയ പാടിനെ ഞാൻ മൊത്തം വെറുതെ ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറച്ച് നല്ല നല്ല സീനറി കണ്ടപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തു. ഹലോ, അപ്പോൾ ഇപ്പം ഞങ്ങളിപ്പം കോഴിക്കോട് നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എനിക്കും ചേച്ചിക്കും വോമിറ്റിംഗ് ടെൻഡൻസി വന്നു. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് സ്നാക്ക് ബോക്സ് എടുത്തിട്ട് സ്നാക്സ് കഴിക്കാനായിട്ട് പോവാണ്. ഇതാണ് സ്നാക്ക്. എന്തെങ്കിലും എരിവുള്ള കഴിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം ചക്കവറുത്തതാണ് കഴിക്കുന്നത്. അങ്ങനെ അത് തീരുന്ന വരെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മോഷൻ സിക്നസ്സും ഇല്ല, ഒന്നുമില്ല. നല്ല ടേസ്റ്റ് അതിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചേച്ചി വീഡിയോ എടുത്തിരുന്നുണ്ട്. എനിക്കാണെങ്കിൽ അങ്ങനെ കാൻഡിഡായിട്ട് പോസ്റ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മതി വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ കുറച്ച് സെൽഫി ക്യാമറയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല സീനറിയൊക്കെ കണ്ട സമയത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കാസർഗോഡ് എത്താനായി. അപ്പം ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കാണുന്ന ദൂരെ കാണുന്ന ഒരു ചായക്കടയിലാണ് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സീറ്റ് മാറി ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി എങ്ങനെയായിട്ട് പോകുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ കയറി ഇരുന്നു. അപ്പം ഇനി നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ 6:45 ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതുവരെ ഫുഡൊന്നും കഴിച്ചില്ല. ഇപ്പോൾ സമയം 11:15 അപ്പോൾ ഞങ്ങൾ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് 11 മണിക്ക്. അപ്പോൾ ഇതാണ് ബ്രെഡും ന്യൂട്ടല്ലയും. അപ്പോൾ ഞങ്ങൾ അതന്നെ വീട്ടിൽ നിന്ന് ബാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്നാക്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്രെഡും ന്യൂട്ടല്ലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പം ബ്രെഡും ന്യൂട്ടല്ലയും കഴിക്കുകയാണ്.
അപ്പം ഞങ്ങളിവിടെ കാസർഗോഡ് എത്തി. ഇവിടെ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. മീൻസ് ഒരൊറ്റ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായുള്ളൂ. അപ്പം അവിടുന്ന് ഞങ്ങൾ പിന്നെയും പോയി കുറച്ച് അധികം കറങ്ങി ഇപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വേദ എന്ന് പറഞ്ഞൊരു EV ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഇപ്പോൾ ചാർജ് ചെയ്യാണ് വണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ എന്നിട്ടേക്ക് ഞങ്ങൾ ഇനി പോവാം. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് കാണിച്ചത് ഞങ്ങളൊരു 3:15 ആകുമ്പോൾ അവിടെ എത്തുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ചാർജ് ചെയ്യാൻ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് വെറുതെ കിടക്കാം, എന്താണ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ 4:15 ആകുമ്പോഴായിരിക്കും അവിടെ സ്ഥലത്തെത്താം. അപ്പം അന്നേരം കാണാം. അപ്പോൾ ഇതാണ് ചാർജിങ് സ്റ്റേഷൻ. ഞങ്ങളിപ്പോൾ വണ്ടി ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറെ ഒരു വണ്ടിയും കൂടി ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഒരു 1 മണിക്കൂറോളം ഞങ്ങളിവിടെ നിൽക്കും. അങ്ങനെ ചാർജിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മാളിൽ കയറി കേട്ടോ. ഫുഡ് കഴിക്കാനും പിന്നെ ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടി ഒന്ന് മാളിൽ കയറി. അപ്പോൾ ഇത് അവിടുത്തെ ഏതോ ഒരു മാളാണ്. അവിടെ പേര് അവരിങ്ങനെ ഇത് കന്നഡയിൽ എഴുതി വെച്ചുകൊണ്ടൊന്നും മനസ്സിലായി, കന്നഡയാണെന്ന് തോന്നുന്നു. അങ്ങനെ കന്നഡയിൽ എഴുതി വെച്ചുകൊണ്ട് തന്നെ വായിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു മാളായിരുന്നു കേട്ടോ, നല്ല വലിയ മാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങളിവിടെ മാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാംഗ്ലൂർ എത്തിയാൽ മൂകാംബിക എത്തിയിട്ടില്ല. മൂകാംബികയിലോട്ട് എത്താൻ ഇനിയൊരു 2 മണിക്കൂറൊക്കെ ഇനിയൊരു ട്രാവൽ ഉണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ മാംഗ്ലൂരിലെത്തി ഞങ്ങളിവിടെ ഒരു നെക്സസ് മാൾ എന്ന് പറഞ്ഞ മാളിൽ കയറിയിട്ടുണ്ട്. കയറിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് ചാർജ് ചെയ്ത സമയത്ത് 80% ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് 20% കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി റീഫിൽ ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ മൂകാംബിക അവിടെ ഇനി മിഡ് വേയിൽ ഇനി ചാർജ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ചാർജ് ചെയ്യാൻ വെച്ചു. പിന്നെ ഞങ്ങൾക്കും ചാർജ് ചെയ്യണം. അതായത് ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു, ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാനും കൂടി വേണ്ടിയാണ് ഇവിടെ നിർത്തി. ഇവിടെ ആണെങ്കിൽ നല്ല ആംബിയൻസ് ഉണ്ട്, അങ്ങനെ സൺലൈറ്റ് ഒന്നുമില്ല, നല്ല ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫുഡും കഴിക്കാം, അതുപോലെ തന്നെ വാഷ്റൂമിലൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഇതാണ്. അപ്പം ഞങ്ങൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ലഞ്ച്, ചോറും സാമ്പാറുമാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ വെറും ചോറും സാമ്പാറാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതിപ്പോൾ വീട്ടിൽ നിന്ന് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തുനിന്ന് കഴിച്ചാൽ അത് ഞങ്ങൾ എത്രയോ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ ഇനി ചോറ് കഴിക്കട്ടെ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പബ്ലിക് സ്പേസിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതാണ് ഞാൻ വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ അങ്ങ് നിർത്തിയത്. എനിക്കിങ്ങനെ മാളിലൊക്കെ കയറി വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സോഷ്യൽ ആങ്സൈറ്റി വന്നിട്ട് ഞാൻ ഇടയിലൊക്കെ വീഡിയോൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയോ കയറി വരാൻ നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓണാവും. അപ്പോൾ ഞങ്ങൾ മാളിൽ നിന്ന് ഐസ്ക്രീമൊക്കെ അങ്ങനെ ജങ്ക് ഫുഡ് കഴിക്കാതെ ഞങ്ങളൊരു യോഗട്ടല്ല തൈരാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഹെൽത്തി വേർഷനാണ്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോകുന്ന വഴി നല്ല സീനറിയൊക്കെ കണ്ടുകൊണ്ട് പിന്നെ കുറച്ച് ചിപ്സ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ആ മാളിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ASMR എടുക്കുന്ന രീതിയിൽ ഞാനിങ്ങനെ ക്യാമറ അടുത്ത് പിടിച്ചങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. ഓരോ വണ്ടി പോകുന്ന സമയത്ത് പോർട്ടിക്കുന്ന ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ വെച്ച് വീഡിയോ ഇടാമല്ലോ. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഫൈനലി മൂകാംബിക എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:15 2:30 എത്തുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ എത്തിയത് 6:15. അപ്പോൾ ഇനിയും ഒരു കുറച്ച് ഡിസ്റ്റൻസ് കൂടെ ഉണ്ട് അമ്പലം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ എൻട്രൻസിലെത്തി. ആ എൻട്രൻസിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഞാനവിടെ വെച്ചത്. സോ നമുക്ക് അമ്പലത്തിലോട്ട് പോകാം.
അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങളിവിടെ മൂകാംബിക എത്തിയത്. ഫൈനലി അമ്പലത്തിൽ എത്തി, അമ്പലം കണ്ടു, മീൻസ് ജസ്റ്റ് വരുന്ന വഴിക്ക് കണ്ടു. ഇപ്പോൾ അച്ഛനൊരു നല്ലൊരു സ്റ്റേ ചെയ്ത് നല്ലൊരു റൂം നോക്കി പോയതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ബീന റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. അപ്പോൾ അതെങ്ങനെയാണ്, ഇപ്പം നല്ലതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അച്ഛൻ പോയതാണ്. അപ്പം ചിലപ്പോൾ ഞങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുക. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് ഞങ്ങളിവിടെ നിൽക്കാൻ പോകുന്ന റൂം. ഇവിടെ ഒരു 3 ബെഡ് ഉണ്ട്, പിന്നെ ഇവിടെ ഫാനും ഉണ്ട്, അതുപോലെ തന്നെ AC ഉണ്ട്, പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു റാക്ക് ഉണ്ട്, പിന്നെ ഇതുപോലെ ഒരു വാഷ്റൂം ഉണ്ട്. അത്യാവശ്യം നല്ലൊരു റൂമാണ്. ഇവിടെ ജസ്റ്റ് ഇതിനാകെ 2500 ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത്, 1 നൈറ്റ് പെർ നൈറ്റ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു റൂമാണ് ഇവിടെ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സോഫൊക്കെ വെച്ചിട്ടുള്ളൊരു നോർമൽ ടൈപ്പ് ഒരു സ്പേസും കൂടി ഇവിടെ ഉണ്ട്. നമുക്കിങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസും കൂടി ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പേസ്. അങ്ങനെ റൂമും കിട്ടി. ഒരു 8 hour ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12-11 മണിക്കൂറെങ്കിൽ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാകും. അവിടുന്ന് 6 മണിക്കൊക്കെ ഇറങ്ങിയതാണ്, 6:45 ഇറങ്ങിയതാണ്. 5:45 ഇറങ്ങി, 6:45 ഇറങ്ങിയാണ്. അപ്പം ഇപ്പോഴാണ് ഞങ്ങളിവിടെ എത്തി. നല്ലൊരു റൂമും കിട്ടി. ഇനി ഒന്ന് ഫ്രഷായി നേരെ അമ്പലത്തിൽ പോകണം. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന എനിക്ക് വീഡിയോ അത്ര എടുക്കാൻ പറ്റുന്നതല്ല, കാരണം എടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ വീഡിയോ തീരെ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാന്ന്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളവിടെ ഹോട്ടലിൽ നിന്നു. പിന്നെ രാവിലെ ഒരു 3 മണിയാകുമ്പോൾ എഴുന്നേറ്റു. നിങ്ങൾ നേരെ അമ്പലത്തിൽ പോയി. ഞങ്ങൾ വന്ന സമയത്ത് വിചാരിച്ചു ഹോട്ടൽ നല്ലതാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഹോട്ടൽ കൺഫേം ചെയ്തത്. പക്ഷേ രാത്രിയത്തെ കംഫർട്ടബിൾ ആയിരുന്നു, കാരണം മൊത്തം കൊതുകായിരുന്നു. ആകെ 2 മണിക്കൂർ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടുള്ളായിരുന്നു, അതും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ലോണം ഫുള്ള് കൊതുകായിരുന്നു. അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി നല്ല രീതിയിൽ തന്നെ തൊഴുതു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചങ്ങോട്ട് വന്നു. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:20 ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ തിരിച്ചങ്ങോട്ട് പോകാൻ പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും അവിടെ ഒരു ഡിമാർട്ട് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തായാലും പോകും. പിന്നെ അതുപോലെ തന്നെ ഒരു മാളിലൊക്കെ കയറണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ നമുക്കിനി അങ്ങനെ കാണാം.